2024 ഒരു രാത്രി കൊണ്ട് 200-ലധികം പേരുടെ ജീവനെടുത്ത മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന വേദനയിൽ നിന്നും ഇന്നും മലയാളികൾ കരകയറിയിട്ടില്ല. അപ്പോഴാണ് വീണ്ടും കാലവർഷം നേരത്തെ എത്തി കേരളത്തിൽ ദുരന്തം വിതയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഉരുൾപൊട്ടൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പ്രവചിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ തന്നെ ഉരുൾപൊട്ടലൊന്നും എന്നെ ബാധിക്കില്ല എന്ന് കരുതി വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാൻ വരട്ടെ. സത്യത്തിൽ എന്താണ് ഉരുൾപൊട്ടലെന്നോ അതെങ്ങനെ സംഭവിക്കുന്നുവെന്നോ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് മുൻപ് പ്രകൃതി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്നോ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതെന്തെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കേരളത്തിലെ 13% ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നതായി പഠനങ്ങൾ പുറത്തുവന്നിരുന്നു. കേരളത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം പ്രളയം സംഭവിച്ചത് 2018-ലായിരുന്നു. അന്ന് സംസ്ഥാനത്തുടനീളം 4000-ഓളം ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇതിൽ 2000-ന് മുകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലായിരുന്നു. ആ വർഷം ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് വയനാട്, ഇടുക്കി ജില്ലകളിലുമായിരുന്നു. കഴിഞ്ഞ വർഷം 100ഓളം ഉരുൾപൊട്ടലുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മറ്റ് ലാൻഡ് സ്ലൈഡുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ വ്യത്യസ്തമാകുന്നത് മണ്ണിനും പാറയ്ക്കുമൊപ്പമുള്ള വെള്ളത്തിൻ്റെ അളവ് കൊണ്ടാണ്. ഇനി ശാസ്ത്രീയമായി എന്താണ് ഉരുൾപൊട്ടലെന്ന് നമുക്ക് നോക്കാം. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങുന്നത് സ്വാഭാവികമാണ്. അതിനാൽ തന്നെ ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുകയും ഒപ്പം ഭൂമിയുടെ സാധാരണ സ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു. അതായത് കനത്ത മഴയിൽ മലകളിലെ സംഭരണശേഷിയിൽ കൂടുതൽ ജലം ഉള്ളിലെത്തുമ്പോൾ പാറകൾ മണ്ണുമായി നല്ല ഉറപ്പാണെങ്കിൽ ജലം സാവധാനം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങുകയാണ് ചെയ്യുക. എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ഉറപ്പ് നഷ്ടപ്പെട്ട മലകളുടെ ഏറ്റവും ലോലമായ ഭാഗത്തുകൂടി ജലം ശക്തിയായി പുറത്തേക്ക് വരുന്നു. അടിവശത്ത് നിന്നും ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ കാരണം മലകളുടെ മുകൾ ഭാഗം മൊത്തമായും ഒലിച്ച് താഴേക്ക് വരുന്നു എന്നർത്ഥം. ഇതിൻ്റെ കൂടെ വലിയ പാറകളും കല്ലുകളും മണ്ണും ജലവും ഉണ്ടാകും. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തമ്മിൽ സാങ്കേതികമായി ചില വ്യത്യാസങ്ങളുണ്ട്. പ്രായോഗികമായി രണ്ടിലും സംഭവിക്കുന്നത് മണ്ണും കല്ലും വെള്ളവും കൂടി താഴേക്ക് ഒഴുകി വരുന്നത് തന്നെയാണ്. അതിനാൽ തന്നെ ഉരുൾപൊട്ടലിൻ്റെയോ മണ്ണിടിച്ചിലിൻ്റെയോ പാതയിൽപ്പെട്ടാൽ പിന്നീട് ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പ്രളയം പോലെ പതുക്കെ സംഭവിക്കുന്ന പ്രതിഭാസമല്ല ഉരുൾപൊട്ടൽ. ചിലർ തലമുറകളായി ഒരേ കുന്നിൻ്റെ താഴെ താമസിക്കുന്നവരായിരിക്കും. വർഷങ്ങളോളം മഴക്കാലത്ത് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന പ്രദേശവുമാകാം. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കാനും സാധ്യതയില്ല. പക്ഷേ അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും ഉരുൾപൊട്ടൽ ജീവൻ കവരുന്നത്. ഭീതിതമായ വേഗതയിൽ സംഭവിക്കുന്നതിനാൽ തന്നെ ഓടി രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. കൂടാതെ രാത്രിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ ആരും അറിയുക പോലുമില്ല. ഉരുൾപൊട്ടലിൽ മണ്ണും വെള്ളവും കല്ലും കൂടിയാണ് കുത്തിയൊഴുകി വരിക എന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. അതിനാൽ തന്നെ അതിനകത്ത് പെട്ടാൽ മരിക്കുന്നതിന് മുൻപ് തന്നെ മാരകമായി പരിക്കുകളും പറ്റിയിട്ടുണ്ടാകും. സത്യത്തിൽ ഉരുൾപൊട്ടൽ മുൻകൂട്ടി കൃത്യമായി അറിയാനുള്ള സാങ്കേതിക വിദ്യകൾ ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് മുൻപ് പ്രകൃതി കാണിക്കുന്ന ചില സൂചനകളെക്കുറിച്ച് ഞാൻ പറയാം. അതായത്, നിങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചുമരുകളിലോ അല്ലെങ്കിൽ മുറ്റത്തെ മണ്ണിലോ നടപ്പാതകളിലോ മറ്റോ അസാധാരണമായി വിള്ളൽ രൂപപ്പെടുകയാണെങ്കിൽ അത് ഭൂമിക്കടിയിൽ ഏതോ തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ്. കൂടാതെ ആ വിള്ളലുകളുടെ അകലം കൂടി വരുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുകയും വേണം. ഇത്തരം സാഹചര്യങ്ങളിൽ ആ പ്രദേശത്ത് നിന്നും മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതുപോലെ ഇത്തരത്തിലുള്ള ചെരുവുകളിലുള്ള മരങ്ങളോ ഇലക്ട്രിക് പോസ്റ്റുകളോ മറ്റോ അസാധാരണമായ രീതിയിൽ ചിരിയുകയോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും സൂക്ഷിക്കണം. അതുപോലെ ഉരുൾപൊട്ടലിന് മുമ്പായി കാണപ്പെടുന്ന മറ്റൊരു സൂചനയാണ് അസാധാരണമായി മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ പാറകൾക്കിടയിലൂടെയോ വെള്ളം ഒലിച്ചിറങ്ങുന്ന അവസ്ഥ. സത്യത്തിൽ ഇത് ഭൂഗർഭജലത്തിൻ്റെ സമ്മർദ്ദം കൂടുതലായതുകൊണ്ട് സംഭവിക്കുന്നതാകാം. കുന്നിൻ ചെരുവുകളിൽ ഒക്കെ ഇത്തരത്തിൽ പാറകൾക്കിടയിൽ നിന്നും മറ്റും വെള്ളം പൊട്ടിയൊലിക്കുന്നത് അവിടെയുള്ള ഭൂമിയുടെ അസ്ഥിരതയെ സൂചിപ്പിക്കുന്നതാണ്. അതിനു പുറമെ ചെരുവുകളിൽ നിന്ന് പാറകളും കല്ലുകളും തുടരെ അകാരണമായി വീഴുന്നതും ഇതിനുള്ള സൂചനയാണ്. എല്ലാത്തിനും പുറമെ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നീങ്ങുന്നത് പോലെയൊക്കെയുള്ള
അസാധാരണമായ വല്ല ശബ്ദങ്ങളും കേട്ടാൽ ഉടൻ തന്നെ അവിടെ നിന്നും സുരക്ഷയുടെ ഭാഗമായി മാറണം. കാരണം ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപൊക്കെയായിരിക്കും ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ പുറത്തേക്ക് വരിക. ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഇല്ലാത്തതുപോലെ ഉരുൾപൊട്ടലിനെ പൂർണ്ണമായും തടയാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകളും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മലഞ്ചെരുവുകളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും വനനശീകരണം തടഞ്ഞും ഉരുൾപൊട്ടലിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. എന്നാൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിൽ ഭൂരിപക്ഷവും സംഭവം നടക്കുന്ന ദിവസം മാത്രം പെയ്ത മഴ കാരണമല്ല, മറിച്ച് അതിനു മുൻപേയുള്ള ദിവസങ്ങളിൽ പെയ്യുന്ന മഴയുടെ കൂടെ സ്വാധീനത്തിലാണ്. മലമ്പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു മാറ്റുക, തേയില, കാപ്പി അടക്കമുള്ള നാണ്യവിള തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലിൻ്റെ സാധ്യത സാധാരണയായി കൂടുതലുള്ളത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ എന്നെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപെടലാണ് ഉരുൾപൊട്ടലിനുള്ള പ്രധാന കാരണം. കേരളത്തിൽ 75% ഉരുൾപൊട്ടലും മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുറമെ പാറകളിലുണ്ടാകുന്ന വിള്ളലുകൾ, മരങ്ങളും പാറകളും മണ്ണും സ്വാഭാവികമായ അവസ്ഥയിൽ നിൽക്കാതെ മണ്ണിൻ്റെയും മരങ്ങളുടെയും വഴുതിപ്പോക്ക്, കല്ലുകളുടെ ബലഹീനത, ചെങ്കുത്തായ സ്ഥലങ്ങൾ എന്നിവ മഴക്കാലങ്ങളിൽ ഉരുൾപൊട്ടലിന് കാരണമാകാറുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങൾക്ക് സമാനമായ ഭൂപ്രകൃതിയാണ് കേരളത്തിലെ മലയോര മേഖലയിലേത്. മഴവെള്ളം പുറത്തേക്കൊഴുകാൻ കഴിയാതെ മണ്ണിൽ നിന്നും ശക്തിയായി പുറന്തള്ളുമ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. മലയടിവാരത്തോട് ചേർന്നുള്ള ചെറിയ കൈത്തോടുകളും നീർച്ചാലുകളും ആഴം കൂട്ടി വൃത്തിയാക്കുന്നത് നല്ലതാണ്. മലയോര പ്രദേശങ്ങളിൽ അഴുക്കുചാലുകൾ രൂപീകരിക്കുക, നഷ്ടപ്പെട്ടു പോയ മരങ്ങൾ വീണ്ടെടുക്കുക, പുൽമേടുകൾ നശിപ്പിക്കാതിരിക്കുക, ബോധവൽക്കരണം നൽകുക, സുസ്ഥിര വികസനം നടപ്പാക്കുക, പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണങ്ങൾ കരുതലോടെ നടത്തുക, ഈ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, ഇവയൊക്കെയാണ് ഉരുൾപൊട്ടൽ കൊണ്ടുള്ള ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരം പ്രദേശങ്ങളിൽ നിന്നും മഴക്കാലമാകുമ്പോൾ മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി ഉരുൾപൊട്ടൽ സംഭവിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതായത്, ഒരിക്കലും നിങ്ങൾ ഉരുൾപൊട്ടൽ സംഭവിച്ച പാതയിൽ നിൽക്കാനോ അവിടെ തന്നെ തുടരാനോ ശ്രമിക്കരുത്. അതിനു പുറമെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ തങ്ങളെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുന്നതുവരെ കാത്തിരിക്കാനും നിൽക്കരുത്. പറ്റുന്ന അത്രയും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കണം. എല്ലാത്തിനും പുറമെ ഒരു തവണ ഉരുൾപൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവസാനിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ഒരു പൊട്ടലിന് ശേഷം വീണ്ടും തുടരെയുള്ള ഉരുൾപൊട്ടലുകൾ സംഭവിക്കാറുണ്ട്. ഇനിയൊരു മുണ്ടക്കൈ, പുത്തുമല, വിലങ്ങാട് തുടങ്ങിയ ദുരന്തങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.